ശ്രീ സേനാപതി വേണു, ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് കക്ഷി ചേർന്നില്ല എന്നുള്ളത്? രോഹിണി, അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. അത് എനിവൺ ക്യാൻ ടേക്ക് ലോ ഇൻ ടു മോഷൻ. അപ്പൊ അതിൻ്റെ അകത്തൊരു ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളാണ്. അദ്ദേഹമാണ് അതിനകത്ത് എന്താ പറഞ്ഞ അതിന്റെ ഒരു നിയമ നടപടികളുമായിട്ട് പോയത്. ഇനിയിപ്പോ ഞങ്ങള് അതിനകത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഒരു FIR, ഇപ്പൊ ടി ആന്റണി കേസിനകത്തൊക്കെ MP രാഘവന്റെ കേസിന്റെ അകത്ത് ഒരിക്കലും വൺസ് ആൻ FIR ഈസ് രജിസ്റ്റേർഡ്, പിന്നെ അതിനകത്ത് പ്രസക്തിയില്ല. അപ്പൊ ഞങ്ങൾ കക്ഷി ചേർന്നോ എന്നുള്ളത് അതിന്റെ അകത്ത് പ്രസക്തമായ ഒരു കാര്യമേ അല്ല. കാരണം IUML AKM അഷ്റഫുമായിട്ട് 845 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, അന്നത്തെ വോട്ട് ശതമാന കണക്ക് വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വോട്ട് താഴ്ചയാണ് ഉണ്ടായത്, BJPക്ക് വോട്ട് ഉയർച്ചയും. അല്ല ഞാൻ ചോദിച്ചത് അതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2016 അല്ല 89 2016 ഞാനും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. ഞാൻ 1109 വോട്ടിന് തോറ്റ ആളാണ്. അന്ന് അദ്ദേഹം 89 അപ്പൊ 89 നിന്ന് പിന്നെ പോയപ്പോ 89 നിന്ന് 814 24 പോയപ്പോ ഏതായാലും അദ്ദേഹത്തിന്റെ പിന്തുണ കൂടുവല്ലോ ചെയ്ത, കുറയുകയാണല്ലോ ചെയ്തത്. ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ശതമാനത്തിന്റെ കളി രോഹിണി, അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ അവരുടെ ഒരു ന്യായീകരണമാണ്. ഞങ്ങൾക്ക് ശതമാനം കൂടി, എന്താ പറഞ്ഞ വോട്ടിന്റെ എണ്ണമേ കുറഞ്ഞുള്ളൂ, ശതമാനം കൂടി എന്നുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് UDF-നെ സംബന്ധിച്ച് ഇതിൽ അങ്കലാപ്പൊന്നുമില്ല, അതുകൊണ്ടാണ് കക്ഷി ചേരാത്തത്. ഞങ്ങളുടെ അങ്കലാപ്പ് ഇതിന്റെ അകത്ത് പറഞ്ഞല്ലോ. ഇപ്പം ആദിവാസി ക്ഷേമസഭ, പഴയ ആദിവാസി ഗോത്രസഭയുടെ നേതാവ് CK ജാനു വെളിപ്പെടുത്തൽ നടത്തി. ഇനി അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡുകാരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേര് സബ്ജക്ട് ടു കറക്ഷൻ, ഒരു പ്രസന്ന പള്ളിക്കൽ എന്ന് പറയുന്ന, പള്ളിക്കൽ എന്നാണോ വീട്ടുപേരെന്ന് അറിയില്ല, പ്രസന്ന എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക, അവരും വെളിപ്പെടുത്തൽ നടത്തി. ഈ വെളിപ്പെടുത്തലിലൊക്കെ ഇത് യാഥാർത്ഥ്യമാണെന്ന്. 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. മൊബൈൽ ഫോൺ, ടച്ച് ഫോൺ, മൊബൈൽ ഫോൺ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. ഇയാളെ നോമിനേഷൻ പിൻവലിപ്പിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തി എന്നുള്ളത്. പിന്നെ ഇപ്പം SC/ST, ഞാനൊരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാനും അതിനകത്ത് സംശയം, ഇപ്പൊ SC/ST അട്രോസിറ്റീസ് കേസൊക്കെ നിൽക്കേണ്ട ഒന്നാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് പ്രോസിക്യൂഷന് വളരെ വ്യക്തമായിട്ട് ഈ ഫോൺ എവിടെ നിന്നാണ് മേടിച്ചത്, ഇതെന്നാണ് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടത്, ഇത് ആരുടെ കയ്യിലെത്തി, ഈ ഫോണിന് പണം കൊടുത്തത് ആര്, ഇങ്ങനെ ആ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട കുറെ തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ 2 ലക്ഷം രൂപ അത് എവിടെ നിന്നാണ് വിഡ്രോ ചെയ്തത്, അത് ആരുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത്, അങ്ങനെ എന്താ പറഞ്ഞ കൊജന്റ് ആയിട്ടുള്ള കുറെ എവിഡൻസസുകൾ ഇതിനകത്തുണ്ടെന്നേ. അതൊന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. പിന്നെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ സന്ദീപ് ഇവിടെ ഉയർത്തിയ ഒരു ആരോപണമുണ്ട്, പുനർജനി കേസ് സാറ് എല്ലാ അന്വേഷണ ഏജൻസി, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് CBI ഒഴിച്ചുള്ള കേരളത്തിലെ എല്ലാ അന്വേഷണ ഏജൻസിയും അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു തെളിവുമില്ല എന്നത് കണ്ടാണ് അത് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയിലൊക്കെ അതിന്റെ റെഫർ റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ INUC നേതാവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട വിഷയം, അതൊക്കെ അന്വേഷണങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ച് അതിലൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്നു, കൊടകര കുഴൽപ്പണ കേസ് 3 കോടി രൂപ വന്നല്ലോ, 3.5 കോടി രൂപ കണ്ടാണ് പിടിച്ചത്. ഇത് എവിടുന്ന് വന്നതാണ്, ആരാണ് ഈ പണം കൊണ്ടുവന്നത്, ആര് കൊടുത്തുവിട്ടതാണ്? ഇതൊക്കെ നിങ്ങൾ സംശുദ്ധ പൊതുജീവിതത്തെക്കുറിച്ചും BJP ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ് എന്നൊക്കെ നിങ്ങൾ വാദഗതികൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് നേരെ ഈ രീതിയിലുള്ള കറുത്ത പാടുകൾ നിലനിൽക്കുകയാണ്. ഇപ്പൊ കോടതിയിൽ നിങ്ങൾ സാങ്കേതികമായിട്ട് ജയിച്ചുകൊണ്ട് ഞങ്ങൾ കുറ്റവിമുക്തനായി. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ 2 ലക്ഷം രൂപ ഇത് അന്തരീക്ഷത്തിൽ നിന്നൊന്നും വന്നല്ലോ. ഇപ്പോ കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ അവരെ പിന്നീട് എന്താ പറഞ്ഞ കുറ്റവാളികളല്ല എന്നൊക്കെ കാണുന്നു എന്നതുകൊണ്ട് കുറ്റകൃത്യം നടക്കാത്തതാണോ? കുറ്റകൃത്യം നടന്നിട്ടുള്ളതാണ്. ഇവിടെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന 6 അല്ലെങ്കിൽ ഇനി വേറെ ഉണ്ടോ എന്നറിയില്ല, ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു സംശയമില്ല. അത് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങളും CPM-ഉമായിട്ട് കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളല്ലേ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ 89 വോട്ടിന് തോറ്റാലും 840 വോട്ടിന് തോറ്റാലും നിങ്ങൾ ഈ ആരോപണങ്ങൾ നിരന്തരമായി ഉയർത്തുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും പുതുമയില്ല. പിന്നെ ഇപ്പം രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റെജി ലൂക്കോസ് ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ആഗ്രഹിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച നിങ്ങളുടെ പ്രധാനമന്ത്രി ഇരിക്കുന്ന ഡൽഹിയിൽ നിന്ന് ഒരു വെളിപ്പാടകലെ
അതാണല്ലോ ഹരിയാനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഹരിയാനയിൽ ഞങ്ങൾ 2/3 ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ. നിങ്ങളെ സഹായിക്കുന്ന പല എക്സിറ്റ് പോളുകാരും വേണ്ട എന്ന് വെച്ച് പരിപാടി. എന്താണെന്നറിയോ, അവർക്ക് അറിയാം കോൺഗ്രസ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്നത്, ഇന്ത്യ മുന്നണിയാണ് അവിടെ ഹരിയാനയിൽ ഇന്ത്യ മുന്നണി ആയിട്ടില്ല, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നതെന്നറിയാം. അപ്പോ സ്വാഭാവികമായിട്ടും അത് ടിവിക്കും ഒക്കെ അഭിമുഖമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വാർത്തയായിട്ട് കൊടുക്കണം. ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് പല BJPയെ സഹായിക്കുന്ന പല ഈ എന്താ പറയുക എക്സിറ്റ് പോൾ സർവേക്കാരും അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത്. അപ്പോ ഈ ദേശീയ തല ഇപ്പൊ നമ്മുടെ ഒരു വിഷയം അതല്ല, പക്ഷേ നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ എന്തുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുമുള്ള ചാനലുകളിൽ ഇപ്പൊ വൈകുന്നേരത്തെ ഇപ്പൊ ദേശീയ ചാനലുകളിൽ 9 മണിക്കൊക്കെ നടക്കുന്ന ചർച്ചകളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു വിഷയമായി അത് ഒരു കൗതുകത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് ഇത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു. സുരേന്ദ്രനെ കോടതി, കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസ് വിടുതൽ ഹർജിയിലൂടെ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളത് BJPക്ക് സന്തോഷമുള്ള കാര്യമാണ്, സുരേന്ദ്രനും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. സുന്ദരയ്ക്ക് കിട്ടിയ 2 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു? അദ്ദേഹത്തിന് കിട്ടിയ മൊബൈൽ ഫോൺ എവിടെ നിന്ന് വന്നു? അത് അദ്ദേഹത്തിന്റെ പണമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പണമാണ് എങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. അപ്പോ ഈ കുറ്റകൃത്യം നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ ധാർമ്മികത അത് BJP ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള ചോദ്യം. കാരണം നിങ്ങൾ വ്യത്യസ്തമായ പാർട്ടിയാണ്, നിങ്ങൾ വേറിട്ട പാർട്ടിയാണ്, കാരണം നിങ്ങൾ അഴിമതി സ്പർശിക്കാത്തവരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ചോദിക്കുന്നു, കൊടകരയിൽ വന്ന കുഴൽപ്പണത്തിന്റെ ഉറവിടം എവിടെ നിന്ന്, അത് ആർക്ക് വേണ്ടി വന്നതാണ്? ഈ കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യും, അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പൊ റെജി ലൂക്കോസ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും, സന്ദീപ് വാര്യർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, BJPയും CPM നടക്കുന്ന ഇടതുപക്ഷം എന്ന് ഞാൻ പറയില്ല, BJPയും CPM-ഉം ആയി. കാരണം ഇവർ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം ഒന്നാ. കോൺഗ്രസ് മുക്ത ഭാരത് ഒരു കൂട്ടരും, മറ്റേ കൂട്ടർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ BJPയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് നിൽക്കാം കേരളത്തിൽ. ഇതാണ് ഇവർ രണ്ടു കൂട്ടരും. ഒരു കൂട്ടർ ദേശീയ തലത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതവും, മറ്റൊരു കൂട്ടർ കേരളത്തിൽ മാത്രമുള്ളത് കൊണ്ട് കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ഈ രണ്ടു കൂട്ടരും, ഇവർ തമ്മിലുള്ള അന്തർധാര അത് വളരെ കൃത്യമായതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഒരു കേസുകളും BJP നേതാക്കൾക്കെതിരെയുള്ളതോ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായ ഒരു കേസുകളും തെളിയുകയില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അത് അതിന്റെ ഏറ്റവും അവസാനത്തെ വെളിപ്പെടലാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ വന്നിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോൾ കെ സുരേന്ദ്രനെ ഈ കേസിൽ കുറ്റവിമുക്തം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് എത്താം, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ശ്രീ സേനാപതി വേണു, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ തന്നെ യാഥാർത്ഥ്യമുള്ള ഒന്നുമാണ് മഞ്ചേശ്വരം കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിടുതൽ ഹർജി കോടതി ശരിവച്ചിരിക്കുന്നു. കെ സുരേന്ദ്രൻ അടക്കം 6 നേതാക്കൾ കുറ്റവിമുക്തരായിരിക്കുന്നു എന്നുള്ളതും. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും ചർച്ചയ്ക്കായി എടുക്കുന്നത്.